ഓ, എത്ര നാളായി ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കുന്നു. ഒരു ഗ്യാങ് ഉണ്ടെന്നും പറഞ്ഞ് ഒരു പരിപാടിയില്ല. പിള്ളേരെ, നമുക്കൊരു ട്രിപ്പ് പോയാലോ? എൻ്റെ പൊന്നെണ്ണ, അണ്ണന് ഭ്രാന്തായ. ഇന്നലെ നമ്മളൊരു ബാങ്ക് റോബറി ചെയ്ത്. ശരി, എന്നാലും ഒരു മനസ്സുഖമില്ലടാ. ഒന്ന് പോയിട്ട് വന്നല്ലോ. എൻ്റെ പൊന്ന് അണ്ണ, നമുക്ക് ഒന്നും താല്പര്യമില്ല. നമ്മൾ ജസ്റ്റ് വലിക്കട്ടെ. ശരിയപ്പ. ഓ, നീ എപ്പോഴും ഇങ്ങനെ തന്നെ നിന്നോ? നീയൊക്കെ എന്തിനാടാ ഗ്യാങ്ങിൽ വന്ന് കയറിയത്? ഉള്ള അണ്ണനാണ് അവിടെ ഒരു ബോൾ കൊണ്ടുവച്ചത്. പിന്നെ ഉറക്കത്തിന് എഴുന്നേറ്റ് വന്ന് എന്നോട് ബോള് വേറൊക്കെ ഇറങ്ങി. പിന്നെ ഇവിടെ അവിടെ ഒരു ബോൾ ഇരിക്കുന്നു. ശരിയാണല്ലോ, അവിടെ ഒരു ബോൾ ഞാൻ കണ്ടായിരുന്നു. അണ്ണോ, എന്തായാലും നമുക്ക് നാളെ ഗോവയിൽ പോയാലോ? നാളെ വേറെ മിഷനുണ്ട്, മര്യാദയ്ക്ക് വന്നോണം. ഓണ്ണ വരാം. അതിന് മുമ്പേ ഞാൻ പോയിട്ടേ ബോൾ എന്താന്ന് നോക്കിയിട്ട് വരാം. എന്താ മച്ചാനെ, മോടയാണോ? മോടതിൻ്റെ വീട്ടിൽ. നിൻ്റെ ബോസാണ് ഞാൻ. അതിനൊന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ. നീ രാവിലെ തന്നെ തുടങ്ങിയല്ലേ? അതിനൊന്നുമില്ല. അതിനുമ്പേ ഞാൻ ഈ ബോൾ എന്താന്ന് നോക്കട്ടെ, എന്നിട്ട് നിനക്കട്ട് ഞാൻ തരാം. നിനക്കിനകത്തോട്ട് കയറാം. എന്ത് കയറാനോ? ഒരു ഹോളുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ് കയറാന്ന്. ഇതെന്താ സാധനം? അയ്യോ അയ്യോ, ഇതെന്താ പുകയോ? എന്തറത്? ഞാനെങ്ങനെയാടാ ഹൽക്ക? എടാ, ഇത് മറ്റേ വയലറ്റ് കളർ ഹൽക്കല്ലേ? ഞാൻ ഹൽക്കായ? ആ ബോളിൽ തൊട്ടപ്പോൾ ഞാൻ ഹൽക്കായി ഗൈസ്. എന്തറാ ഇങ്ങനൊക്കെ? ഓ മാൻ, എന്തൊക്കെയാടോ ഇവിടെ സംഭവിക്കണേ? എനിക്കറിയില്ല. എന്തായാലും എല്ലാത്തിനും ഞാൻ തീർത്തിട്ട് തന്നെ കാര്യം. എടാ, എനിക്ക് ഇത്രയും പവറാ? ഇതെന്തത്? എനിക്ക് സൗണ്ട് മാറി സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഈ വണ്ടി ഇന്ന് ഞാൻ എറിയും. എന്തറത്? വേറെ രീതിയിലൊക്കെ ഞാൻ സംസാരിക്കുന്നത്. എല്ലാത്തിനെയും കൊല്ലടാ. ബോസേ, എന്നെ വിട്. ബോസേ എന്നെ വിട്. എന്തിനു വിടാൻ? എടാ, എന്താണ് ബ്രോ, മടയാണോ? എന്നെ പൊന്നു ബോസേ, മടയല്ല വടയാ. നീ എന്നോട് പറയോടാ? അയ്യോ എൻ്റെ പെടലി. ഇറങ്ങി. അണ്ണാ, എന്നെ എന്തിന് ഇത്രയൊക്കെ അടിക്കുന്നേ? അണ്ണൻ ആരാ? എൻ്റെ അണ്ണൻ ഞാനാ? പൊടാർക്ക. ഞാൻ പോയിട്ട് ബാക്കി പണി നോക്കട്ടെ. എടുത്തങ്ങ് എറിയണം. പിന്നെ ഒരാളോട് ഒരു കണക്ക് തീർക്കണം. അവനാണ് ഫ്രാങ്ക്ലിൻ. അവനെ ഇന്ന് ഞാൻ തീർത്തിട്ട് വേണം ആര്യ. നിന്നെ ഞാൻ കൊല്ലുവടാ. അവൻ കുറേ നാളായി എന്നെ അടിച്ചിട്ട്. അവൻ അന്നൊരു ദിവസം അയൺമാൻ്റെ വേഷം ഇട്ട് വന്ന് ഞങ്ങളെ പിടിച്ച് ഹോസ്പിറ്റലിൽ ഇട്ടതാ അവൻ. അവനെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കയറ്റും. വാടാ, ഇറങ്ങി. എന്തായാലും നേരെ അവൻ്റെ വീടെത്തി. മാറിക്കടാ പ്ലെയിന്, മാറിക്കടാ. അവൻ്റെ വീടെത്തി. ഇതാണ് അവൻ്റെ ഇതല്ലല്ലോ. ഇല്ലം വഴി പോകുമ്പോൾ അവൻ്റെ വീട്. നിന്നെ ഞാൻ കൊല്ലുവടാ ഫ്രാങ്ക്ലിനെ. നീ എന്നെ കൊന്നിട്ടില്ല, എന്നാലും ഞാൻ നിന്നെ കൊല്ലില്ല. അടിച്ച് ഹോസ്പിറ്റലിൽ കയറ്റോടാ. ഞാൻ ദാ വരുന്നടാ. 98, 99, 100. എന്തൊരു വെയിറ്റടാ ഇനി. 101, 102, 103, 104, 105. എന്തറത്? ആറായി. വയലറ്റ് ഹൽക്കോ?
നീ എന്താ വിചാരിച്ചേ എന്നെ സിമ്പിളായിട്ട് നീയൊക്കെ അടിച്ചിടുന്ന? എൻ്റെ പ്രൈവറ്റ് പാർട്ടിന്ന് വിടറാ, പോടാ. കേട്ടാ ഉണക്ക ചെമ്മീനിൻ്റെ വീട്ടിൽ, നിൻ്റെ വീട്ടിലടാ. അല്ല, അതിന് നിൻ്റെ വീടല്ലേ? അപ്പം ശരി, നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം. കറങ്ങാനാ? ആ ശരി, തീർന്ന് ഗൈസ്. നിനക്കിട്ടുള്ള പരിപ്പടയും ചായ ഞാൻ തരാം. എന്നാൽ വേഗം മേടിച്ചോ. ഇപ്പം തരാവേ. അല്ല, നിനക്കിട്ടിപ്പം ഞാൻ തരാവേ. എന്നാ പിടിച്ചോ. അയ്യോ, നീ എന്താ വിചാരിച്ചേ? നീ എന്നെ സിമ്പിളായിട്ട് തോപ്പിക്കണ? എടാ, ഞാനേ ബെല്ലാസിൻ്റെ ബോസാ ഞാൻ. ഓഹ്, ബെല്ലാസിൻ്റെ ബോസാ? എന്തത്? ബെല്ലാസിൻ്റെ ബോസോ? അവനോ? പിന്നെ ഓ, മനസ്സിലായി. ഓ, അപ്പം അവൻ തന്നെ എന്നെ പണിത്. അയ്യോ, നടക്കാൻ വയ്യ. ഓർഡർ ഫ്രാങ്ക്ലിനെ, ഓട്, എന്നാലേ പറ്റുള്ളൂ. ആഹാ, എൻ്റെ വീടാണെങ്കിൽ ഇച്ചിരി അടിയിലാണ്. നിനക്ക് വീട്ടിൽ വെച്ച് അടിച്ചാൽ പോരുന്നു, വെറുതെ ഇത്രയും കൊണ്ടുവന്ന്. ഇവിടെ എന്തായാലും വണ്ടിയുണ്ട്, വണ്ടി എടുക്കാം. മാറിക്കിടങ്ങോട്ട്. ഓഹ്, വണ്ടി എടുത്ത് വരെ വീട്ടിലേക്ക് വിടാം. അതിന് മുമ്പ് ഈ സൺറൂഫ് ഒന്ന് കയറ്റി വിട്ടെ, ഇല്ലെങ്കിൽ ആൾക്കാരെന്നെ കണ്ട ഞാൻ കില്ലറാന്ന് വിചാരിക്കും. ആ ഓക്കെ, ആ പോട്ടെ. ആ, ഇന്ന് അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കണം. നമുക്ക് നേരെ ഹൽക്കിൻ്റെ വീട്ടിലേക്ക് പോവാം, നമ്മുടെ സ്റ്റാർക്ക് മാൻഷനിലേക്ക്. വേറൊന്നുമല്ല, നമുക്ക് നമ്മുടെ ഹൽക്കില്ലേ അവരോട് ചോദിച്ചു നോക്കാം പവർ നമുക്ക് വരുമെന്നു. ഓക്കെ, നമ്മളത് സ്റ്റാർക്ക് മാൻഷനിലെത്തി. തുറക്കൂ സീസേ. ആ, കുറേ നാളെ വീഡിയോ ഇട്ടിട്ട്. അതിനുമ്പേ ലൈക്ക് അടിക്കാത്തൊരു ലൈക്ക് അടിച്ച് ചാനൽ സബ് ചെയ്യണേ, എന്നാൽ മാത്രമേ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആടാ ഹൽക്ക് എന്തിയേ? ഒരു മിനിറ്റ്, അടി വന്ന് നോക്കാം. ഡേയ് ഓപ്പൺ. ആ എടാ അയൺമാൻ, എടാ ടോണി സ്റ്റാർക്കേ, എടാ അയൺമാനെ വയ്യടാ. എടാ എന്ത് പിരി പറ്റിയടാ? എടാ, എന്നെ മറ്റേ ബെല്ലാസ് ഗ്യാങ് ഇല്ലേ, അതിനകത്തെ ഹൽക്ക് വന്ന്, എന്നുവെച്ചാൽ എൻ്റെ അറിയത്തില്ല, ഒരു ഹൽക്ക് വന്ന് വയലറ്റ് കളറ് എന്നെ പിടിച്ച് കുത്തിയിട്ട് പോയി. ഞാൻ നേരെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഡാമിൻ്റെ മണ്ടക്കി. ഓ ബെസ്റ്റ്. ഹൽക്കാ? ഏത് കളറാ? വയലറ്റാ? ആ, പണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ബോള്, പണ്ടല്ല ഇന്നലെ കാണാൻ പോയൊരു ബോള്, അത് മറ്റേ ഒരു ഹൽക്കുണ്ടല്ലോ റെഡ്, അത് എങ്ങോട്ടോ എടുത്ത് എറിഞ്ഞ്. ഞങ്ങളതിനെ തീർത്ത്, എല്ലാവരും ഉണ്ടായിരുന്നു. ആ ബോളും ഒപ്പം അവന്മാർ പോയി. പക്ഷെ ഹൽക്കിൻ്റെ ഏതോ സൂട്ട് ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. ആടാ, എടാ നീ അതിന് മുമ്പേ ഇതുകൊണ്ട് അങ്ങോട്ടൊന്ന് കയറിക്കേ, ഇപ്പം ഞാൻ നിന്നെ ഹൽക്കാക്കി തരാം. ആടാ ആക്കണേ, ഇവിടെ കയറുന്ന പോരെ. ആ ഓക്കെ, ഹൽക്കാക്കടാ. എന്തറത്? എന്തറത്? നേരത്തെ ഒരു പുക വന്നപ്പോൾ ഞാൻ ഇങ്ങനായ? ആടാ, നീ ഇപ്പോൾ ഹൽക്കായിട്ടുണ്ട്. നീ പോയി മറ്റവനെ അങ്ങ് തീർത്തിട്ട് വാടാ. ആടാ, ഞാനിപ്പോൾ പോയി തീർത്തിട്ട് വരാം ആ ബെല്ലാസിൻ്റെ ആളെ. എനിക്കിപ്പോൾ ഹൽക്കിനെ പോലെ ശക്തിയൊക്കെ ഉണ്ട്. റിയൽ ഹൽക്കിനെ കൊണ്ട് നടക്കും ഇല്ല, അതിന് വരെ ഞാൻ ഇറങ്ങാം. റിയൽ ഹൽക്ക് നമ്മുടെ മറ്റേ ഹൽക്കാണ്. നമ്മളിപ്പോൾ ഫ്രാങ്ക്ലിനാണ്, ജസ്റ്റ് ഹൽക്കിൻ്റെ സ്യൂട്ട് ഇട്ട് അത്രയേ ഉള്ളൂ. നേരെ അവൻ്റെ കാര്യത്തിൽ നിന്ന് തീരുമാനമാക്കണം. ഓ, ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മളൊരു പുതിയ ഇൻട്രോ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വെൽക്കം ബാക്ക് ടു GTA 5. അതിന് മുമ്പേ ഇവനെ ഒന്ന് പിടിച്ചെറിഞ്ഞോട്ടെ. അപ്പോൾ ആ ഇൻട്രോ കൂടി ഞാൻ ഇവനെ അടിച്ച് കൊല്ലാൻ പോവാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു GTA 5. അപ്പം നമുക്ക് പോയി അടിച്ചു കൊല്ലാം, ജസ്റ്റ് ഫോർ എ ഫൺ. എടോ ഫ്രാങ്ക്ലിനെ, നീയാ? നിൻ്റെ അത്രയും പവറൊന്നും അല്ല, നിനക്ക് പവറില്ലടാ. ഞാൻ പവർഫുള്ളോടോ, പവർഫുൾ.
ചത്ത? ഞാൻ ചത്തിലടാ, ജീവിക്കോടാ ഇനിയും. ബെല്ലാസ് ഗ്യാങ്ങാ പറയുന്നത്. അയിനോ? അതിൻ്റെ ഉണ്ട വിഴുങ്ങിക്കോ. എന്നാ പിടിച്ചോ. എന്നെ കുറേ എടുത്ത് എറിഞ്ഞല്ലേ. അയ്യോ, കൊല്ലല്ലേ. പോച്ചിടാ. ഓ മാൻ, നീ എന്നെ അടിക്കോടാ, ലോസ് ആൻഡോസിൻ്റെ മെയിനായ ഫ്രാങ്ക്ലിനെ. ഞാൻ പെട്ടെന്ന് പഴയ പോലെ ഗൈസ്. ഓക്കെ, ഇവൻ ബെല്ലാസിൻ്റെ ആളായിരുന്നു, എനിക്ക് തോന്നി. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.